തയ്യൽ പണി കൊണ്ട് കുടുംബം നയിക്കുന്ന ഒരു 83 വയസ്സുകാരിയെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത്. പാല ഇടപ്പാടി സ്വദേശിനിയായ രാധാമണിയമ്മയ്ക്ക് തുന്നൽ എന്നത് ഉപജീവനത്തിനപ്പുറം അത് ജീവിതം കൂടിയാണ്. പതിനൊന്നാം വയസ്സിലാണ് രാധാമണി ആദ്യമായി തുന്നിത്തുടങ്ങിയത്. ആ തുന്നൽ പതുക്കെ പതുക്കെ രാധാമണിയുടെ ജീവിതത്തിൽ പല നിറങ്ങൾ തുന്നിച്ചേർത്തു. പാല ഇടപ്പാടി സ്വദേശിനി രാധാമണി അങ്ങനെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഇടപ്പാടി രാധാമണി അമ്മയായി. പെൺകുട്ടികൾ വീടിന് പുറത്തിറങ്ങരുതെന്ന് തിട്ടൂരമുണ്ടായിരുന്ന കാലത്ത് രാധാമണി തുന്നലിലൂടെ വിപ്ലവം തീർത്തു. പുറത്തേക്ക് പെണ്ണുങ്ങൾ ഇറങ്ങാത്ത ഒരു കാലത്ത് ഞാനങ്ങ് ധൈര്യമായിട്ട് ഇറങ്ങി. മെഷീനൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ വാടകയ്ക്കൊരു മെഷീൻ എടുത്തു. എന്നിട്ട് അത് ചെറിയ അന്നറിയാവുന്ന രീതിയിലൊക്കെ അങ്ങ് തയ്ച്ച് ഇവിടെ നാട്ടിലുള്ളവർക്കൊക്കെ തയ്ച്ച് കൊടുത്തപ്പം അന്ന് അവർക്കൊക്കെ തയ്ച്ച് കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായി. പിന്നെ അങ്ങനെ അങ്ങനെ കുറേശ്ശെ തയ്ച്ച് ഈ ആൾക്കാരൊക്കെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഓരോന്ന് തയ്ക്കാൻ കൊണ്ടുത്തരും. പ്രായത്തിനൊപ്പം രാധാമണിയുടെ തുന്നലിൻ്റെ സൽപ്പേരും വളർന്നു. ഇടപ്പാടിയിൽ ഗീത ടൈലേഴ്സ് എന്ന കട തുടങ്ങി. KM മാണിയും ചലച്ചിത്ര താരങ്ങളായ ഷീലാമ്മയും മിയയുമൊക്കെ രാധാമണിയമ്മ തുന്നിയ കുപ്പായമിട്ടു. ഷീല ഞാൻ എറണാകുളത്ത് പോയാൽ കണ്ടേ. എറണാകുളത്ത് മകളുടെ എല്ലാ ഡ്രസ്സുകളും തയ്ച്ചു കൊടുത്തു. ഇവിടുന്ന് ഡ്രസ്സ് തയ്ച്ച് മദ്രാസിൽ പോയി എൻ്റെ മകള് ബ്യൂട്ടീഷ്യനാണ്. മകളവിടെ പോയി ഒരുക്കി കൊടുത്തു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പമാണ് മാണിസാറ് MLA ഒക്കെ. അപ്പോഴത്തേനൊക്കെ ഇല്ലേ, എൻ്റെ ഭർത്താവ് ഡ്രൈവറാണ്. അപ്പോഴത്തേനും സാറൊക്കെ വണ്ടി വിളിക്കും, അങ്ങനെ പോകും. പിന്നെ സാറിൻ്റെ ഭാര്യയുടെ പേര് കുട്ടിയമ്മ ചേച്ചിയുടെ അടുത്ത് ഞാൻ എപ്പോഴും പോകും. പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഡ്രസ്സ് തയ്ച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ എന്നോട് തന്നെ തുണി എടുത്ത് തയ്ച്ചൊക്കെ കൊണ്ടു കൊടുക്കാൻ പറയും. അപ്പം ഞാൻ തയ്ച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ കളം പിടിച്ച ഈ കാലത്ത് തുന്നൽക്കാരുടെ ഡിമാൻഡ് കുറഞ്ഞു. ഒരു കാലത്ത് ഒരേ സമയം 150ഓളം പേർക്ക് രാധാമണി തൊഴിൽ നൽകിയ ഗീത ടൈലേഴ്സിൽ ഇന്ന് 15 ജോലിക്കാർ മാത്രം. പക്ഷേ ഇന്നും രാധാമണി പറയും, തന്നെ ഞാനാക്കിയത്, എൻ്റെ 4 മക്കളെയും വളർത്തിയത് ഈ തുന്നലാണെന്ന്. നല്ല മനോഹരമായി തുന്നിയ കുപ്പായം പോലെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് രാധാമണിയമ്മ. 83-ാം വയസ്സിലും ഇടപ്പാടി രാധ തയ്യൽ മെഷീൻ്റെ മുന്നിലാണ്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് തന്നെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഷിനോജ് 11ാമത്തെ വയസ്സ് മുതൽ ആരംഭിച്ചതാണ്, 85ാമത്തെ വയസ്സെത്തുന്നു. ഇപ്പോഴും ആ തുന്നൽ, ആ ജീവിതം വിട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. അതുമാത്രമല്ല, ആ അനുഭവങ്ങൾ പറയുന്നത് കേട്ടിരുന്നു പോകുമല്ലോ. ഒരു ചരിത്രം കുറിച്ച ആൾ തന്നെയാണ് എന്ന് പറയണം. ഒരു സമയത്ത് ആരും സ്ത്രീകൾ ഉൾപ്പെടെ മുന്നിലേക്ക് വരാത്ത സമയത്ത് മുന്നിലേക്ക് വന്നതാണ്. അങ്ങനെ പൊരുതി തുടങ്ങിയതാണ്. ആ ജീവിതം അതിപ്പോഴും കൈവിട്ടിട്ടില്ല. സത്യത്തിൽ ആ സ്റ്റോറിയുടെ അവസാന ഭാഗത്ത് പറഞ്ഞു നിർത്തിയതുപോലെ ഇടപ്പാടി രാധാമണി അമ്മ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങാൻ പോലും കഴിയാതിരുന്ന, സ്ത്രീകൾ വീടിനുള്ളിൽ 4 ചുവരിനുള്ളിൽ കഴിയണമെന്ന് തിട്ടൂരമുണ്ടായിരുന്ന ഒരു കാലത്താണ് ഇത്തരത്തിൽ രാധാമണി അമ്മ ഒരു തൊഴിലുമായി ഇത്തരത്തിൽ മുന്നിട്ടിറങ്ങുന്നത്. ആ തൊഴിൽ മുന്നിട്ടിറങ്ങിയെന്ന് മാത്രമല്ല, ആ പ്രദേശത്തെ നിരവധി ആളുകൾക്ക്, പ്രത്യേകിച്ച് സമപ്രായക്കാരായ നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു. ഒപ്പം സ്വന്തം വീട്ടിൽ തന്നെ ആദ്യം ആ ഒരു തൊഴിൽശാലയായി മാറുന്നു. പിന്നീടാണ് ഇത്തരത്തിലൊരു ഗീത ടൈലേഴ്സ് എന്ന് പറയുന്നൊരു കടയും, അതൊരു വലിയ 150ഓളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വലിയ ഒരു ബിസിനസ് ആയി മാറുന്നതൊക്കെ തന്നെ പിന്നീടാണ്. പക്ഷെ ആദ്യം എന്ന് പറയുന്നത് ഒരു വലിയ പലതരത്തിലുള്ള കടമ്പകളൊക്കെ തന്നെ രാധാമണി അമ്മയ്ക്ക് മറികടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെതായിട്ടുള്ള ഇതൊരു തൊഴിലായി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ആ സമയത്ത് പ്രത്യേകിച്ച് പാലാ ഭാഗത്ത്, ഈരാറ്റുപേട്ട ഭാഗത്തൊക്കെ തന്നെ ഈ രാധാമണി അമ്മയുടെ വസ്ത്രം, രാധാമണി അമ്മ തച്ച വസ്ത്രം ധരിക്കാത്ത ആളുകളൊക്കെ തന്നെ വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ, KM മാണിയുടെ വീട്ടിലുള്ള ആളുകൾ, PC ജോർജിൻ്റെ വീട്ടിലുള്ള ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള MLA മാർ, മന്ത്രിമാരൊക്കെ തന്നെ രാധാമണി അമ്മയെ അന്വേഷിച്ച് വരികയും അവരുടെ തൊഴിലിലുള്ള മികവ് അത് കണ്ടിട്ടാകണമല്ലോ ഇത്രയും ദൂരെ നിന്നൊക്കെ ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ എത്തുകയും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് പ്രത്യേകിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ വളരെ സജീവമായി നടക്കുന്ന കാലമാണ്. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്ന കാലമാണ്. ആ കാലത്ത് പോലും ഇത്തരത്തിലൊരു തൊഴിൽ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് പറയുന്നത് 83 വയസ്സുള്ള രാധാമണി അമ്മയെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും രാധാമണി അമ്മ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് അന്ന് നേരത്തെ 150 ആളുകളുണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞതിൻ്റെ പിന്നാലെ ആൾ കുറഞ്ഞു. ഇപ്പോൾ ഒരു 15ഓളം ജോലിക്കാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതൊന്നും പ്രശ്നമല്ല. തൻ്റെ ജോലിയുമായി ഉപജീവനവുമായി ഇത് മുന്നോട്ട് പോവുകയാണ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ
11ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്, 85ാമത്തെ വയസ്സിലും തുന്നൽ. അത് തൊഴിൽ എന്നുള്ളതല്ല, അത് ജീവിതമായി തന്നെ മുന്നിലേക്ക് പോവുകയാണ്. ഒരു വലിയൊരു പാഠപുസ്തകം എന്നൊക്കെ പറയുന്നത് പോലെയാണ്, അല്ലെ, ഒരു വലിയ ചരിത്രത്തിന്റെ ഭാഗം കൂടിയായി മാറിയ ഒരു വ്യക്തിയാണ്. പറയുന്നുണ്ട് ആ അനുഭവങ്ങൾ അതിന് വലിയൊരു സമ്പത്ത് കൂടിയാണ്. അത് പറയുമ്പോഴൊക്കെയുള്ള ഒരു ഊർജം ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നതാണ്. അങ്ങനെ ഓരോരുത്തർക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന വലിയൊരു ജീവിതത്തിന് ഉടമ കൂടിയാണ് ഇവർ ഓരോരുത്തരും, അല്ലെ.